സൈക്കോളജിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പാസീവ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളൊരു ക്രിട്ടിക്കൽ മൈൻഡ് ഉണ്ട്. ചെറുപ്പത്തിൽ ഒരു എക്സാമ്പിൾ പറയാം. നല്ല ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. മാത്സ് ടീച്ചറുടെ ക്ലാസ് ആണ്. ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ബാക്കിൽ 2 പിള്ളേര് ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുമോ എന്ന് പറയാൻ വേണ്ടി തിരിയും. സാർ നോക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് മാത്രമാണ് കാണാം. അപ്പൊ തന്നെ തൗഫീഖ് എന്ന് പറഞ്ഞ് വിളിച്ച് 2 അടിയും തന്ന് ക്ലാസ്സിന്ന് പുറത്താക്കി എന്ന് വിചാരിക്കുക. സാറിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ സമയത്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ആങ്കർ, ആ അഗ്രഷൻ നമുക്ക് ഉള്ളിൽ അടക്കാനേ പറ്റുള്ളൂ. നേരിട്ട് പോയി ഒന്നും കാണിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എങ്ങനെയായിരിക്കും ആ അഗ്രഷൻ കാണിക്കേണ്ടാവുക? സബ്ജക്റ്റിനെ നമ്മൾ പിന്നീട് അങ്ങോട്ട് എടുക്കാതിരിക്കുക അല്ലേ? നമ്മൾ ആ സബ്ജക്റ്റിനെ വെറുക്കും, ആ ക്ലാസ്സിൽ കയറാണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു ബാക്ക് ബെഞ്ചറാവും. എന്നാ ഇനി ശരിയാക്കിയിട്ടുള്ള കാര്യമുള്ളൂ. ഇതേപോലെ ആയിരിക്കും നമ്മൾ പല റിയാക്ഷൻസും കൊണ്ടുവരണേ. നമ്മളൊരു പക്ഷെ ബാക്ക് ബെഞ്ചർ ആവും, നമ്മൾ അല്ലെങ്കിൽ മാത്സ് വെറുക്കും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കയറാണ്ട് എങ്ങനെയെങ്കിലും മാത്സ് പീരീഡ് ആവുമ്പോൾ എവിടുന്നറിയില്ല ഒരു തലവേദന വരും. പല ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് വരും. ഇങ്ങനെയാണ് നമ്മൾ പാസീവ്ലി ആ അഗ്രഷൻ കാണിക്കുക. പക്ഷേ മാത്സ് പഠിക്കാണ്ടിരുന്നോണ്ട് സാറിന് വല്ല നഷ്ടമുണ്ട്? നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ.